but another shortest waiting for the glass form. On the outside the same on this dance floor. Only one of us is from the jungle. Malayale, Malayale from Portugal. Give me Malayale, Malayale from Portugal. Give me the. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി ഫ്രം പോർച്ചുഗൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് 800 വർഷം പഴക്കമുള്ള പോർച്ചുഗലിലെ ഒരു ഉപ്പുപാടത്തിലാണ്. അതെ, സലീന ദി മാർ. ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ടാലോ? സലീനാസ് എന്ന ഈ ഉപ്പുകനി പ്രദേശം പോർച്ചുഗലിലെ ലിസ്ബൺ നഗരത്തിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. റിയോ മയോർ എന്ന ചെറിയ പട്ടണത്തിനടുത്താണ് ഈ ഉപ്പു ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എല്ലാരും കണ്ടോ, ഇതാണ് ഉപ്പുപാടം. ഇത് ഭൂമിയിൽ അടിയുന്നുണ്ടാകുന്ന ഉപ്പാണ്. ഇതിന് 800 വർഷത്തെ പഴക്കമുണ്ട്. കണ്ടോ, ആൾക്കാര് പൊരി വെയിലത്ത് നിന്ന് അത് മണ്ണീന്നൊക്കെ വേർതിരിച്ച് അടങ്ങിയിട്ടുള്ള ഉപ്പായിരുന്നു. ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്നോണ്ട് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ കിട്ടുന്ന ഒരു ഉപ്പല്ല. കടയിൽ നിന്ന് കിട്ടുന്നത് നമ്മള് കടലിന്റെ തീരത്തുനിന്ന് ഉണ്ടാക്കുന്ന ഉപ്പല്ലാതെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ്. ഇതിന് ഒരുപാട് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ഉപ്പ്. പിന്നെ ഇതിനെപ്പറ്റി സയന്റിഫിക്കലായിട്ടൊക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന കണക്കൊരു ഉപ്പല്ല. അതാണ് ഈ ഉപ്പിന്റെ പ്രത്യേകത. കണ്ടോ, ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കടലില്ലാത്തൊരു ഉപ്പുപാടം അല്ലേ? അതെ, കടലില്ലാത്തൊരു ഉപ്പുപാടം. ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു നല്ലൊരു അത്ഭുതം തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഭൂമിയിൽ അടിയിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്ക് എന്തായാലും ഇവിടൊക്കെ ചുറ്റി നടന്നൊന്ന് കാണാം. ഇതിനകത്തോട്ട് കേറുമ്പോ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. എല്ലായിടത്തും ഉപ്പ് കൂട്ടിയിട്ടേക്കുവാണ്, അവര് വാരി വാരി കൂട്ടിയിട്ടേക്കുവാണ്. 2 ആൾക്കാര് പൊരി വെയിലത്ത് നിന്ന് നല്ല പണിയെടുക്കുവാണ്. ഇപ്പൊ ഇവിടെ ഒരു 36 ഡിഗ്രി ഉണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോ ഇവിടെ എങ്ങനെയാണ് ഈ ഉപ്പ് ഉണ്ടാവുന്നത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വായിച്ച് മനസ്സിലാക്കാം. പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഇത് ഫുൾ ഇവര് പോർച്ചുഗീസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുള്ള് ഇവര് പോർച്ചുഗീസിലാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ കണ്ടത്, ഇത് ഫുള്ള് പോർച്ചുഗീസിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മറ്റേ കണ്ണ് കാണാത്തവർക്ക് വായിക്കാനുള്ളതും ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അതെങ്ങനെയാണ് ഈ ഉപ്പ് ഉണ്ടാകുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപ്പ് ഉപയോഗിക്കും? നമ്മള് ഫുഡ് ഉണ്ടാക്കാൻ ഉപ്പ് ഉപയോഗിക്കും. പിന്നെ നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാല് ചെറു ചൂടുവെള്ളത്തിലിട്ട് ഉപ്പ് നമ്മള് ഉപയോഗിക്കും. പിന്നെ കാലിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാലത്തിൽ വെക്കും. അങ്ങനെ ഓരോ കാര്യത്തിന് നമ്മൾ ഉപ്പ് യൂസ് ചെയ്യത്തില്ലേ? ഇവിടെ ഓരോ അസുഖത്തിന് വേണ്ടി അവര് ഉപ്പ് പ്രത്യേകം വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കാലിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ വേറെ ഉപ്പ്, പിന്നെ തൊണ്ടയിൽ കൊള്ളാൻ വേണ്ടി അതിന് വേറെ ഉപ്പ്, പിന്നെ മിനറൽസ് ഉള്ള ഉപ്പ്, മിനറൽസ് ഇല്ലാത്ത ഉപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ഉപ്പ് വിൽക്കുന്ന കടകൾ ഇവിടെ ഉണ്ട്. എല്ലാം ഒരു തടി കൊണ്ടുണ്ടാക്കിയ എനിക്ക് ഒരു വില്ലേജ് പോലാണ് തോന്നുന്നത്. നമുക്കപ്പൊ അതിനകത്തോട്ട് പോയി അതെല്ലാം കാണാം. ഓക്കെ, ഉപ്പും കൊണ്ട് കളർ വെച്ചുണ്ടാക്കി. ഇവിടെയുള്ള കടയുടെ പേര് ഇവിടുത്തെ മെയിൻ ആകർഷണം മരം കൊണ്ട് നിർമ്മിച്ച ഈ മരപ്പുരകളാണ്. നമ്മൾ ഈ സലീനായിലോട്ട് കേറുമ്പോൾ കാണുന്ന കാഴ്ച പഴക്കമുള്ള ഈ മരപ്പുരകളാണ്. ഇതിന് 800 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ഇപ്പോഴും ഇതിന്റെ പഴമ നഷ്ടപ്പെടാതെ അതിന്റെ ഭംഗിയിൽ ഇവർ ഇത് സൂക്ഷിക്കുന്നു. ഇതിനകത്തൂടെ നടക്കുമ്പോൾ പഴയ കാലത്തോട്ട് പോയ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. നഗരത്തിന്റെ തിരക്കുകൾ ഒന്നുമില്ലാതെ പ്രകൃതിയോട് ചേർന്നൊരു ഗ്രാമീണ മനോഹാരിതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്.
1177 തന്നെ ഇവിടെ ഉപ്പ് തീരം പ്രവർത്തിച്ചിരുന്നു. ഇന്നും അതേ രീതിയിൽ തന്നെയാണ് ഉപ്പ് തയ്യാറാക്കുന്നത്. അതാണ് ഇവിടുത്തെ വലിയ പ്രത്യേകത. നമുക്കെല്ലാവർക്കും അറിയാം സാധാരണ ഉപ്പ് കടൽ ജലത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് കടലിന്റെ തീരത്തല്ല, 30 കിലോമീറ്റർ അകലെയുള്ള മലകളുടെ ഇടയിലാണ്. ഇവിടെ ഭൂമിയുടെ അടിയിൽ വലിയ റോക്ക് സാൾട്ട് ഡെപ്പോസിറ്റ് ഉണ്ട്. അതിലൂടെ ഒഴുകുന്ന ജലം ഉപ്പിന്റെ അംശമുള്ളതാണ്. സമുദ്രജലത്തിലുള്ളതിനേക്കാൾ ഏകദേശം 7 മടങ്ങ് കൂടുതൽ ഉപ്പാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. ഈ ഭൂഗർഭജലം സംഭരിക്കുന്ന പുരാതന ഉറവിടം ഇവിടെയുണ്ട്. അതിൽ നിന്ന് ഈ വെള്ളം ചെറുതായി നിർമ്മിച്ചിരിക്കുന്ന ചതുരാകൃതിയിലുള്ള പാനുകളിലേക്ക് ഒഴുക്കും. പിന്നെ സൂര്യപ്രകാശവും കാറ്റും ചേർന്ന് വെള്ളം വറ്റിപ്പോകുമ്പോൾ വെളുത്ത ഉപ്പിന്റെ ക്രിസ്റ്റലുകൾ മാത്രം ശേഷിക്കും. അതാണ് ഇവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള ഉപ്പുതീരം. ഇതിൽ നിന്ന് 2 തരത്തിലുള്ള ഉപ്പുകളാണ് എടുക്കുന്നത്. ഒന്ന് സാധാരണ ഉപ്പും മറ്റൊന്നിവർ ഫ്ലോർ ഡി സാൽ എന്ന് പറയുന്ന വെള്ളത്തിന്മേൽ പൊങ്ങിക്കിടക്കുന്ന ഏറ്റവും ഫൈനായ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഉപ്പും. ഇതിവിടെ വളരെ വില കൂടിയതാണ്. സീസണലാണ് ഉപ്പ് ശേഖരണം. സാധാരണയായി മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ഉപ്പ് ശേഖരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത്. ഈ സമയങ്ങളിൽ സൂര്യപ്രകാശം കൂടുതലായതിനാൽ ഉപ്പുകട്ടകൾ മനോഹരമായി രൂപപ്പെടും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, മരം കൊണ്ട് നിർമ്മിച്ച മരപ്പുരകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമെന്ന്. സലീനാസിനെ ചുറ്റി ഒരു ചെറു ഗ്രാമമുണ്ട്. എല്ലാം പഴയ കാലം പോലെ മരം കൊണ്ട് നിർമ്മിച്ചവയാണ്. ഇവിടെ നാട്ടുകാർ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. കൂടാതെ പരമ്പരാഗത ഭക്ഷണങ്ങൾ, തേൻ, ഒലിവ് ഓയിൽ, വൈൻ, പിന്നെ വ്യത്യസ്തമായ ഉപ്പിന്റെ വകഭേദങ്ങൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെഡിസിനൽ പർപ്പസിനായിട്ടുള്ള ഉപ്പ് ഇവിടെ ഉണ്ടെന്ന്. അതും ഫ്ലോർ ഡി സാൽ എന്ന് പറയുന്ന ഉപ്പും ഇവിടെ വിൽക്കുന്നുണ്ട്. ഇവിടുത്തെ വഴിയോരങ്ങളിലൂടെ നടക്കുമ്പോൾ ഒരു ഗ്രാമീണ അന്തരീക്ഷം തന്നെ നമുക്ക് തോന്നിപ്പോകും. അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുത്തെ ആളുകളായാലും സാധാരണ ആൾക്കാരെ പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഓരോ കടയിലും സാധനങ്ങൾ അടുക്കിയിരിക്കുന്ന കാണാനും ഒരു പഴമ തോന്നും. പഴമയുണ്ടെങ്കിലും മനോഹരമായിട്ടാണ് അവർ ഇത് അടുക്കിയിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ വ്യക്തതയോടെ ചോദിച്ചു മനസ്സിലാക്കാനും ഇവിടെ നിന്ന് കഴിയും. പോർച്ചുഗലിലുള്ള ഇതുവരെയുള്ള എന്റെ യാത്രകളിൽ ഒരു വേറിട്ട അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രകൃതിയും മനുഷ്യരും പഴമയും എല്ലാം കൂടെ കൂടിച്ചേർന്നൊരു വിസ്മയമായ അനുഭവം. യൂറോപ്പിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് ഇന്റീരിയർ സാൾട്ട് പാൻസ് ഉള്ളവയിൽ ഒന്നാണിത്. കടലിൽ നിന്ന് ഇത്ര ദൂരെയായിട്ടും ഇവിടെ ഉപ്പുവെള്ളം നിലനിർത്തുന്നത് തന്നെ ഒരു പ്രകൃതി അത്ഭുതമാണ്. റിയോ മയോറിലെ ഫ്ലോർ ഡി സാൽ ഇപ്പോൾ ഒരു ബ്രാൻഡാണ്. പോർച്ചുഗലിൽ മാത്രമല്ല, യൂറോപ്പിൽ പല ഭാഗത്തും ഇത് വിൽക്കുന്നുണ്ട്. സലീനാസ് എന്ന ഈ ഉപ്പുപാടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. കടലിൽ നിന്ന് ഇത്ര അകലെ ആയിട്ടും ഇന്നും 800-ൽ കൂടുതൽ വർഷമായി മനുഷ്യർക്ക് ഉപ്പ് നൽകുന്ന ഒരു പ്രകൃതി സ്ഥലം. നിങ്ങൾ പോർച്ചുഗൽ സന്ദർശിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പോർച്ചുഗലിൽ താമസിക്കുന്ന ഒരാളാണെങ്കിലോ ഈ സലീനാസ് എന്ന ഉപ്പുകനി പ്രദേശം ഒരിക്കലും മിസ് ചെയ്യരുത്. ലിസ്ബണിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് വന്നു പോകാവുന്ന ഡേ ട്രിപ്പായി ഇതിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
ഇവിടെ നിങ്ങൾക്ക് പ്രകൃതിയുടെ അത്ഭുതം കാണാം. ഇവിടെ സാധനമുണ്ട്. ഇവിടെ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഗൈസ്, ഇതാണ് സലീനാദിമാർ ഉപ്പുപാടം. അപ്പം ഇതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഞാന് വീണ്ടും ഒരു അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. പോർച്ചുഗലിലെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.